Sallallahu ala Muhammad sallallahu alayhi wa sallam. Sallallahu ala Muhammad sallallahu alayhi wa sallam. فلتنظر نفس ما قدمت لغد. എല്ലാവരും പിരിഞ്ഞു പോന്നില്ലേ? കൊണ്ടുപോയ കട്ടിൽ തിരിച്ചു പോന്നില്ലേ? കട്ടിലിൽ വിരിച്ചിരിക്കുന്ന പുതപ്പ് തിരിച്ചു പോന്നില്ലേ? ആ കട്ടിലിന്റെ കൂടെ എന്തൊക്കെയുണ്ടോ എല്ലാം തിരിച്ചു പോന്നു. അന്ന് നിന്റെ കൂടെ ഖബറിലേക്ക് കൂടെ വന്നത് സഹോദരാ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. ഖബറിൽ അടക്കം ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോന്നാൽ ഈ ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്കാരാണ്. തങ്ങളൊന്ന് പറയുമോ? ഹബീബായ തങ്ങൾ പറയുന്നു, ഖുർആനിലെ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അപ്പുറം ഒരു മറഞ്ഞ ലോകമുണ്ട്, പുനരുദ്ധാരണ ദിവസം വരെ ഒരു ബർസഖി ലോകമുണ്ട്. ആ ബർസഖി ലോകത്താണ് ഈ ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്കാരാ. തങ്ങളൊന്ന് പറയുമോ? മഹാനരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇബ്നു മസ്ഊദ്, ഒരാളും ഇന്ന് വരെ എന്നോടത് ചോദിച്ചിട്ടില്ല. അൻത അവ്വലു മൻ സഅലനി, ആദ്യം ആ ചോദ്യം ചോദിച്ചത് നിങ്ങളാണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാം എന്ന് കരുതി ഞാൻ മാറ്റിവെച്ച വഹിയാണ്. നിനക്കറിയുമോ, ഖബറിലേക്ക് ആദ്യം വരുന്ന മലക്ക് മുൻകറല്ല, നക്കീറല്ല, മറിച്ച് റൗമാൻ എന്ന മലക്കാണ് വരുന്നത്. ആ മലക്കിന്റെ വാസസ്ഥലം തന്നെ ഭൂമിക്കടിയിലാണ്. എത്രയോ താഴേക്ക് ഭൂമി കുഴിച്ചാൽ ഭൂമിക്കടിയിൽ പല ജീവികളെയും നാം കാണാറുണ്ട്. ഇങ്ങനെ ഭൂമിയുടെ അടിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മലക്കാണ് റൗമാൻ. മലക്കിന്റെ സ്പീഡ് അറിയുമല്ലോ. ഈ ദുനിയാവ് മുഴുവനും ചുറ്റിക്കറങ്ങാൻ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു മലക്കിന് ഒരു സെക്കൻഡ് വേണ്ട. ഈ ലോകത്ത് ഏറ്റവും വേഗത കൂടിയ സാധനം പ്രകാശമാണ്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ്. ഈ ഭൂമി മൊത്തം കറങ്ങാൻ 96,000 കിലോമീറ്റർ ആണ്. ഈ 96,000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു മലക്കിന് ഒരു സെക്കൻഡിന്റെ 1/3 ഭാഗം വേണ്ട. അത്രയും സ്പീഡുള്ള മലക്കാണ്. ഈ ഭൂമിയിൽ കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഈ മലക്ക് ഖബറിന്റെ മുൻവശത്തുള്ള ഭിത്തി അതിന്റെ പല്ലുകൊണ്ട് കുത്തിത്തുരക്കുന്നു. മേൽഭാഗത്തുനിന്ന് കല്ലെടുത്തല്ല മലക്ക് വരുന്നത്. ഈ മയ്യത്തിന്റെ തൊട്ടു മുൻപിൽ നിന്ന് അതിന്റെ ചുമര് കുത്തിത്തുരന്ന് വരുന്നു. വന്നിട്ടോ ഈ മലക്ക് ആദ്യം ചെയ്യുന്നത് ഈ ഡെഡ് ബോഡിയും ഈ ഖബറിന്റെ പുറത്ത് നിൽക്കുന്ന ആത്മാവിനെയും പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കുകയാണ്. ആത്മാവ് ഖബറിന്റെ പുറത്താണ്. പുറത്തുള്ള ആത്മാവും ഈ ശരീരവും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഈ മയ്യിത്ത് അതാ നെഞ്ഞിന്റെ മേൽപോട്ട് ഹയാത്താകുന്നു. നെഞ്ഞിന്റെ താഴ്ഭാഗത്തേക്ക് ജീവില്ല.
അവന്റെ കൈകൾ കൃത്യമായി ചലിക്കുന്നുണ്ട്, അവന്റെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്, അവന്റെ കണ്ണുകൾ തുറക്കുന്നുണ്ട്, അവന് കൃത്യമായിട്ട് ബോധമുണ്ട്. ആ രൂപത്തിൽ മയ്യിത്ത് ഹയാത്താകുന്നു. ഹയാത്താകുന്ന സമയത്ത് കാണുന്നത് ഈ ഭീകരമുള്ള മലക്കിനെയാണ്. ചുറ്റുഭാഗത്തും കൂരിരുട്ടാണ്, തിരിയാനോ മറിയാനോ കഴിയില്ല. ഒരുപക്ഷെ ഐസിയുവിൽ കിടന്ന് മരിച്ചവനാകും, അല്ലെങ്കിൽ ടറഫിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചവനാകും, അല്ലെങ്കിൽ വീട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന സമയത്ത് മരിച്ചവനാകും. ആ മരിച്ച മയ്യത്ത് കണ്ണു തുറക്കുന്നത് ഖബറിൽ വെച്ചാണ്. ഖബറിൽ വെച്ച് കണ്ണു തുറന്നപ്പോൾ കണ്ടത് വല്ലാത്ത അവസ്ഥയാണ്. അവൻ പേടിച്ച് വിറയ്ക്കുന്നു. റഹ്മാൻ എന്ന മലക്ക് പറയുന്നു, ഈ വീട് ഇത് വിശാലതയുടെ വീടല്ല, ഇത് സുഖലോലുപതയോടുകൂടെയുള്ള ജീവിതത്തിന്റെ വീടല്ല, ഇത് ബൈത്തുൽ ലൈഖ്, ഇത് ഇടുക്കത്തിന്റെ വീടാണ്, ഇത് ഞെരുക്കത്തിന്റെ വീടാണ്, ഇത് ദുരിതങ്ങളെ വീടാണ്. ഇവിടെ ഇടക്കിടക്ക് നിന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട് നിന്റെ കൂട്ടുകാരല്ല. വീട്ടിൽ അസുഖബാധിതനായി കിടക്കുമ്പോ കൂട്ടുകാരും സ്വന്തക്കാരും ബന്ധുക്കാരും വരുന്നു. ഇവിടെ നിന്നെ സന്ദർശിക്കാൻ വരുന്നത് റബ്ബിന്റെ മലക്കുകളാ. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് നിന്റെ ഭാര്യയല്ല, നിന്റെ കുടുംബക്കാരല്ല. ഇവിടെ നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് 1.5 മുഴം വലിപ്പമുള്ള പുഴുക്കളാണ്. നിന്റെ കണ്ണിൽ കൂടി പുഴു കയറിയിട്ട് നിന്റെ വായിൽ കൂടി നിന്റെ മൂക്കിലൂടെ പുറത്തേക്ക് വന്നിട്ട് നിന്റെ കവിളുകൾ കടിച്ച് കടിച്ച് തിന്നിട്ട് നിന്റെ 2 ഭാഗത്ത് അണപ്പല്ലുകൾ പുറത്തേക്ക് ചാടിയിട്ട് നിന്റെ വയറ് മുഴുവനും പൊട്ടിയിട്ട് കൊടൽമാല മുഴുവനും ഇതാ പുറത്തേക്ക് തള്ളുന്നു. ഈ രൂപത്തിൽ ഊർപ്പുഴുക്കളും ചെതലുകളുമാണ് നിന്റെ എല്ലുകൾ കാർന്നു തിന്നുന്നത്. അവരാണ് നിന്റെ കൂട്ടുകാർ. ആ മലക്കുകളാ നിന്റെ നിത്യ സന്ദർശകര്. അതുകൊണ്ട് ജീവിതത്തിൽ നീ പ്രവർത്തിച്ച കാര്യങ്ങൾ മുഴുവനും കൃത്യമായിട്ട് ഉക്കുത്തുബ് അമലക്ക, നിന്റെ അമല് എഴുതിക്കോ. ഹബീബായ തങ്ങൾ പറയുന്നു, ആ ഖബറിൽ കിടന്ന മനുഷ്യൻ ഞെട്ടിവിറച്ച് പറയും, എഴുതാൻ കഴിയില്ല, ഇവിടെ പേനയില്ല, കടലാസില്ല. റഹ്മാൻ എന്ന മലക്ക് പറയും, ഇവിടെ എഴുതാൻ ഉപയോഗിക്കുന്നതിന്റെ വിരൽ തുമ്പാണ്, ഇവിടെ എഴുതാൻ ഉപയോഗിക്കുന്നത് നിന്റെ കഫൻ തുണിയാണ്. ആ കഫൻ തുണിയിൽ നിന്റെ ഉമിനീര് കൊണ്ട് പേനിന്റെ വിരൽ തുമ്പ് കൊണ്ട് എഴുതുക. ജീവിതത്തിൽ ഇന്ന് രാവിലെ മുതൽ ഇതുവരെ ഞാൻ പ്രവർത്തിച്ചതൊക്കെ എനിക്കോർമ്മയുണ്ട്. ഇതുപോലെ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം മരണം വരെ ചെയ്ത സർവ കാര്യങ്ങളും അല്ല ഓർമ്മപ്പെടുത്തും. അതവൻ എഴുതി വെക്കും, എഴുതിയിട്ടവന്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി യൗമൽ ഖിയാമത്തി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഈ ആയത്ത് ഞങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. എന്നിട്ട് എഴുതി തൂക്കിയിട്ട് പറയും, സഹോദരാ കാത്തുകിടന്നോ, മുൻകർ നക്കീർ വരുന്നു, ഫത്താനുൽ ഖബർ വരുന്നു. കാത്തുകിടന്നോ എന്നും പറഞ്ഞ റഹ്മാൻ എന്ന മലക്ക് പോയി. അപ്പോഴേക്കും അതാ വീണ്ടും ഖബർ കുത്തിത്തുരന്ന് 2 മലക്കുകൾ വരുന്നു. ശരീരമാ സകലം രോമങ്ങളെ കൊണ്ട് മൂടിയ തിളങ്ങുന്ന കണ്ണുകളുള്ള, അതേ കൊടുങ്കാറ്റ് പോലെ ശ്വാസം വിടുന്ന, ഇടിനാദം പോലെ ശബ്ദങ്ങളുള്ള ആ 2 മലക്ക് വന്നിട്ട് 2 ദണ്ടും കയ്യിൽ പിടിച്ചു വരുന്നു. മക്കളെ, പറയുന്നതാരാണെന്നറിയോ?
63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരു കളവ് പറയാത്ത തങ്ങൾ, പറയുന്നത് മുഴുവനും സംഭവിച്ചിട്ടുള്ള തങ്ങൾ, ചന്ദ്രൻ പിളർത്തിക്കാണിച്ച തങ്ങൾ, ഒട്ടകത്തെ കൊണ്ട് സംസാരിപ്പിച്ച തങ്ങൾ, ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിപ്പിച്ച് കേൾപ്പിച്ചു തന്ന തങ്ങൾ, 30,000 അത്ഭുതങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന തങ്ങൾ, കണ്ണിൽ കാണിച്ചു തന്ന തങ്ങൾ. അവിടുന്ന് പറയുന്നു, മോനെ, ഈ മുൻകർ നക്കീർ എന്ന മലക്ക് വന്നിട്ട് ഇവനെ വേജാറാക്കുമ്പോൾ ഒരു സുന്ദരനായ മനുഷ്യൻ തന്റെ ഖബറിൽ വരും. സുന്ദരനായ മനുഷ്യൻ വന്നിട്ട് പറയും, പേടിക്കണ്ട, ഒരാളും നിന്നെ തൊടില്ല, ഒരാളും നിന്നെ ഉപദ്രവിക്കില്ല, ഒരാളെ കൊണ്ട് നിനക്ക് പ്രയാസമില്ല. ആ സമയത്ത് ചോദിക്കൂ, നിങ്ങളാരാണ്? ഏകാന്തതയുടെ കൂരിരുട്ടിന്റെ ഉറ്റവരില്ലാത്ത, ഉടയവരില്ലാത്ത, സ്നേഹിതന്മാരില്ലാത്ത, ഒരാളും തുണയില്ലാത്ത ഖബറിൽ എന്നെ രക്ഷിക്കാനെത്തിയ നിങ്ങളാരാണ്? ആ സമയത്ത് പറയും, അനഅമലുക സ്വാലിഹ്, അനഅമലുക സ്വാലിഹ്, അനഅമലുക സ്വാലിഹ്. ഞാൻ നിങ്ങൾ ചെയ്ത സ്വാലിഹായ അമലാണ്, നിങ്ങൾ ഓതിയ ഖുർആനാണ്, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരങ്ങളാണ്. ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞ പോലെ അതൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. പാതിരാത്രിയിൽ നിസ്കരിച്ച നിസ്കാരങ്ങളല്ലാതെ, ഓതിയ ഖുർആനല്ലാതെ, കൊടുത്ത ധർമ്മങ്ങളല്ലാതെ ഒന്നും ഞാനിവിടെ കണ്ടില്ല. ആഖിർ സമാനിലെ മക്കളെ, ഇതുകൊണ്ടാണ് വൽതൻമുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഇറക്കി വെക്കുന്ന ഖബറിലേക്ക് ആ കൊണ്ടുപോകാൻ എന്താണ് ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ ചിന്തിക്കണ്ടേ? ഒരുപക്ഷേ നാളെ ഈ സമയമാകുമ്പോൾ നമ്മിലാരാ ഖബറിൽ എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ അനുഭവിക്കാനുള്ളതായിരിക്കും ഒരുപക്ഷേ ഈ സമയമാകുമ്പോഴേക്ക്. അതിനാൽ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ചിന്തിക്കണ്ടേ? അതുകൊണ്ട് പരമാവധി വത്തഖുല്ലാഹ്, അല്ലാഹ് കൽപ്പിച്ചതൊക്കെയും എടുത്ത് പരമാവധി സുകൃതങ്ങൾ ചെയ്ത് പരമാവധി തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് അല്ലാഹ്ക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുക. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.